പൊങ്ങി പൊങ്ങി. കമോൺ കമോൺ കമോൺ. യെസ്, അത്ര ഉള്ളു. സ്ക്രാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവൻ നമുക്ക് ഇറച്ചി കെട്ടി തൂക്കണ തൂക്കാം. ഗോകുല കൈ പരീക്ഷണ വസ്തു പോകുന്നൊക്കെ സ്ട്രോങ് മാറ്റി വയ്ക്കണം. എത്ര പറ്റുമോ നോക്കട്ടെ. എടുത്തിട 50 kg. ഹേയ് ചാംസ്, ഞാൻ റിമാൻ ഷിറോ, ഇത് റിസ്വാൻ, അത് ഗോകുൽ. അപ്പോൾ ഇതെൻ്റെ 6ാമത്തെ വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളെ ഒരു ദിവസത്തെ ഹോം വർക്കൗട്ടാണ്, ആം റെസ്ലിംഗിൽ തന്നെ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് നിൽക്കുന്നത് ഹുക്കിൻ്റെ വർക്കാണ്. ഹുക്കിൻ്റെ ഒരു ദിവസത്തെ വർക്കൗട്ട് എങ്ങനെയാണ് നമ്മൾ 3 പേരും കൂടെ ചെയ്യുന്നതാണ് ഇന്നത്തെ വ്ളോഗിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. ഗായ്സ്, വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള വെയിറ്റും കൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോകണം. വീട്ടിന്റെ ബേക്കിൽ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ വെച്ച് വർക്കൗട്ട് ചെയ്യുന്നത്. ഇന്ന് ഓപ്പൺ ഏരിയയിലാണ് വർക്കൗട്ട്. അപ്പൊ ഗൈസ്, അപ്പം കുക്കിന്റെ വർക്കൗട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഇതേപോലെ ഒരു ലോഡിംഗ് ബിറ്റ് വേണം. എല്ലാവരും വീട്ടിൽ ഈ സാധനം കാണണമെന്നില്ല, ഇത് ചെയ്യിച്ചതാണ് ഈ ലോഡിംഗ് ബിറ്റിന് വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ലോഡിംഗ് പെന്ന്, ഈ വെയിറ്റ്, പിന്നെ ഒരു സുനാപ്പി താഴെ എത്തി. അപ്പൊ അതായത് ഇതിപ്പം ഡി ബാറിന് വെച്ചാൽ ഹാഫ് ഡി ആണ്. അപ്പം ഇതും പിന്നെ ഫാറ്റ് ഗ്രിപ്പും ഇതാണൊക്കെ ഒരു ടാഗും പിന്നെ ഈ ലോഡിംഗ് പിന്നും ആണ് ഇത് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ മുന്നേ ഇട്ടിട്ടുണ്ട്. മറ്റേ തൊട്ടിയും ബക്കറ്റൊക്കെ വെച്ചിട്ട് അതിനകത്ത് വെയിറ്റ് നിറച്ചിട്ട് ഒരു സ്ട്രാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. തൽക്കാലം നമ്മൾ ഇന്ന് ഇതിലെങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചത്. അപ്പോൾ വർക്കൗട്ടിന് മുന്നേ എന്തായാലും ബോഡി കംപ്ലീറ്റ് ഒന്ന് വാമപ്പ് ചെയ്യാം. മെയിനായിട്ട് ഈ 2 ഹാൻഡ് ഒന്ന് വാമപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കേസാണ്. വർക്കൗട്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ എന്തായാലും വാമപ്പ് മസ്റ്റ്. നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഈ ലോഡിംഗ് പിന്നിൽ ആദ്യം കുറച്ച് വെയിറ്റ് എടുത്ത് വെക്കുക. ജസ്റ്റ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് തുടക്കമേ മാക്സിമം വെയിറ്റ് എടുത്തിടരുത്. ചെറിയ വെയിറ്റ് നിന്നിട്ട് വേണം നിങ്ങളെ മാക്സിമത്തിലോട്ട് പോകാൻ. അപ്പോൾ ആദ്യം ഒരു പ്ലേറ്റ് വെക്കുകയാണ്. അപ്പോൾ അതിനുശേഷം എന്താ ഈ ടാഗ് ഇതിലോട്ടാണെങ്കിൽ അത് കൊടുത്തതിന് ശേഷം ഇനി എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് കാണിച്ചത്. അതായത് പലരും പല മെത്തേഡിലാണ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ചെയ്യുന്നത് അതായത് ഗ്രാവിറ്റി മെത്തേഡ്. ഗ്രാവിറ്റി പുള്ളി മെഷീൻ ഇല്ല, അതുകൊണ്ട് ഗ്രാവിറ്റി മെത്തേഡ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഡിഫൻസീവ് ഹുക്ക് വർക്കൗട്ടാണ്. അപ്പോൾ ഡിഫൻസ്, ഇപ്പോൾ ഓപ്പണൻ്റായിട്ട് നമ്മൾ ആരെങ്കിലും ആയിട്ട് പിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അറ്റാക്ക് കിട്ടി ഇങ്ങനെ കൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള കപ്പാസിറ്റിക്കുള്ള പവറിന് വേണ്ടിയിട്ടാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും നമ്മൾ പെട്ടെന്ന് അറ്റാക്ക് ചെയ്താലും ഇങ്ങനെ കൈ കൊണ്ട് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കൈ താഴെ പോകത്തില്ല. അത്രയും സോളിഡ് ഹാൻഡ് ആക്കാനായിട്ടുള്ള വർക്കൗട്ട്, ഞാൻ ചെയ്യുന്ന രീതിക്കുള്ള വർക്കൗട്ട്. അപ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങാനായിട്ട് പോവുകയാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, നമ്മൾ ഈ താഴെ നിന്നിട്ട് ഒറ്റ കൈയിൽ ഇങ്ങനെ പൊക്കുന്നോ അല്ലെങ്കിൽ 2 കൈയിലെടുത്ത് പൊക്കുന്നോ ഇതിലൊന്നും കാര്യമില്ല. ഈ വെയിറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഹിപ്പിന്റെ ഈ സൈഡിൽ വെച്ചിട്ട് ഇവിടെ നിന്നുള്ള ആക്ഷനാണ് വർക്കൗട്ടിന്റെ സ്റ്റാർട്ടിങ്. അതിനുശേഷം എന്താ ഇങ്ങനെ പോവുക, അകത്തോട്ട് കൊണ്ടുവരിക, വീണ്ടും ഇങ്ങനെ പോവുക, അകത്തോട്ട് കൊണ്ടുവരിക. അപ്പം വീണ്ടും ഒന്നും കൂടെ പറയാണ്, ഈ വെയിറ്റ് താഴെ നിന്ന് എടുത്ത് പൊക്കണം എങ്ങനെ ആയാലും കുഴപ്പമില്ല. അതിപ്പോൾ ഒറ്റ കൈയിലാണോ 2 കൈയിലാണോ എന്തായാലും കുഴപ്പമില്ല. എടുത്ത് ഇവിടെ നിങ്ങൾ ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്തതിന് ശേഷം പിന്നെ ഈ വെയിറ്റ് ഫുൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പൊക്കണം, വീണ്ടും പയ്യെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കണം, അവിടെ നിന്ന് വീണ്ടും താക്കണം. എത്രത്തോളം കൈ താഴെ പോകുന്നു അത്രത്തോളം നല്ലത്. അത്രയും വെയിറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞ് ഇത്രയൊന്നും പോകരുത്. നമ്മൾ ഈ ഒരു ആം റെസ്ലിംഗ് പൊസിഷനിലെ ഡിഫൻസിന്റെ കറക്റ്റ് കൈ എങ്ങനെ വരും അത്രയും പോയിട്ട് ഇങ്ങനെ അടിച്ചാൽ മതി. ആദ്യം നമ്മൾ ചെറിയ വെയിറ്റ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ചെറിയ വെയിറ്റ് ഇട്ടിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന റെപ്സ് ഒരു 20 25 റെപ്സ് എടുക്കുക. അതിനനുസരിച്ച് വീണ്ടും കുറച്ചും കൂടെ വെയിറ്റ് എടുക്കുക. അങ്ങനെ വെയിറ്റ് ജമ്പ് ചെയ്ത് ഏറ്റവും അവസാനം നിങ്ങൾ എടുക്കുന്ന വെയിറ്റ് ഇല്ലേ, അതായത് നിങ്ങൾ ഏതാണ്ട് ഒരു 90% കപ്പാസിറ്റിയിൽ നിങ്ങൾ എടുക്കുന്ന വെയിറ്റ് ഏതാണോ അതിലാണ് കാര്യം, അതിലാണ് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നത്. ഇത് നമ്മളെ കൈ എത്രയും വെയിറ്റ് ഹോൾഡ് ചെയ്ത് എടുക്കാനുള്ള ഒരു വാമ മെത്തേഡാണ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നിങ്ങൾ എടുത്തെടുത്ത് വരുന്ന ആ ഒരു മാക്സിമം 90% കപ്പാസിറ്റി വെയിറ്റ് ആണ് നിങ്ങളെ ഫുൾ ഇമ്പ്രൂവ്മെന്റിനും കാര്യം. അപ്പോൾ നമുക്ക് പയ്യെ വെയിറ്റ് ജമ്പ് ചെയ്തിട്ട് 90%ലോട്ട് പോകാം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത വെയിറ്റ് ജമ്പ് ചെയ്യാണ്. അപ്പോൾ ഓരോരുത്തരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വെയിറ്റ് കൂട്ടാം. ഞാൻ കുറച്ചുകൂടെ പ്ലസ് ആണ് കയറ്റുന്നത്. അപ്പോൾ റിസ്വാനും ഗോകുലും അവരനുസരിച്ചിട്ടുള്ള വെയിറ്റ് അവരിടും. അപ്പോൾ എൻ്റെ അടുത്ത ജമ്പിലോട്ട് ഞാൻ പോവുകയാണ്. പോയി കിട്ടതിന് ശേഷം
5 കേട്ടാ. 5 5. അത് താഴെ പോകൂല, പാടാണ്. അത് മതി, സ്റ്റക്ക് ആവട്ടെ, കുഴപ്പമില്ല. ഹൂക്കിട്ടോ. അപ്പോൾ ഗൈസ് അവിടെ അത്രയും ഗ്യാപ്പ് വന്നേക്കണമെന്ന് വെച്ചാൽ ഈ ഏറ്റവും മുകളിലത്തത് 5 കിലോയാണ്. അപ്പോൾ 5 കിലോടത് അതിൻ്റെ ഹോളിത്തി ചെറുതായതിനെ കൊണ്ട് താഴോട്ട് വരത്തില്ല. അതാണ് ആ ഗ്യാപ്പ്. താഴെയുള്ളത് 10 kg ആണ്. അപ്പോൾ അതിൻ്റെ ഹോളിത്തി വലുതായിട്ടുണ്ടെങ്കിൽ താഴെ പോകും. ഇപ്പോൾ റിസ്വാൻ ലെഫ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ലെഫ്റ്റ് ഹാൻഡറാണ്. അവൻ ലെഫ്റ്റാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ്. നിന്നോടാ റിസ്വാനെ, ഇത് നിന്നോ. അവൻ ലെഫ്റ്റാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യണത്. നമ്മൾ രണ്ട് ഹാൻഡും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവൻ്റെ മെയിൻ ലെഫ്റ്റാണ്. ലെഫ്റ്റ് ഹാൻഡ് ആം റെസ്ലറാണ്. നൂന്നില്ല അത്രയും മടങ്ങല്ലേ നടു. അപ്പോൾ എൻ്റെ അടുത്ത വെയിറ്റ് ജമ്പിങ്ങിനുള്ള സമയമായി. അപ്പം ഈ 10 കൂടെ ആകുമ്പോൾ 30 kg ആയി. 30 kg പിന്നെ ഈ ലോഡിങ് പിന്നെ 2 കിലോയും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് 32 kg ആയി. ഇന്നലെ നല്ല ദിവസം നല്ല ആക്കിയത്. ഇന്നത്തെ പറയുക ഗോകുല് ആദ്യം 10 ചെയ്ത് പിന്നെ 5 കിലോ കൂട്ടി 15 ആക്കി. ഇപ്പോൾ 5 മാറ്റിയിട്ട് ഒരു 10 ഇട്ടിട്ടുണ്ട്. അപ്പോൾ 20 kg അവൻ വർക്ക് ചെയ്യാനായിട്ട് പോകണം. ഗോകുലെ കമൺറാ, പറ്റോടാ. ഓക്കെ, അടിച്ചോ. ഓക്കെ ഓക്കെ, ഒരുപാടുണ്ട്. വെയിറ്റ് ജമ്പ് ചെയ്തിട്ട് 12 വെച്ചാൽ കുറച്ച് വെയിറ്റ് ആകുമ്പോൾ 90% കൂടുതൽ ഓക്കെ മതി. അപ്പോൾ റിസ്വാൻ തിരിച്ചടാ സൂപ്പറേഷൻ പോയിന്റിൽ വരട്ടെ. ഷെടാ തിരിയടാ. ഇത് ഇനി അടി ഇതാണ് നിന്റെ സൂപ്പറേഷൻ പോയിന്റ്. അപ്പൊ ഈ വെയിറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോകണം നിന്റെ കൈ. അതിനെ തിരിച്ചെടുക്കണം. അതാണ് ഈ വർക്കൗട്ട് കൊണ്ട് ഉദ്ദേശിച്ചെടുക്കുന്നത്. എടുത്തോ. ഇപ്പൊ 10 + 2.5 12.5 കിലോയിലാണ് റിസ്വാ ഇപ്പൊ വർക്ക് ചെയ്യണം. കുറെ ആളത്ത് റെസ്റ്റ് എടുത്തതിനെ കൊണ്ട് കൈക്ക് ഇത്തിരി കപ്പാസിറ്റി കുറഞ്ഞു കിടക്കണം. അപ്പൊ അതിന് കയറ്റി എടുക്കണം. അത്ര നടു അത്ര ഇതാക്കല്ലേ, പണിയാവും. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 10 kg കൂടെ ജമ്പ് ചെയ്യിക്കണം. 40 കിലോ എടുക്കാനായിട്ട് പോവുകയാണ്. ഏതാണ്ട് ഈ ഒരു ഭാഗത്ത് പെയിൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം റെസ്റ്റ് ഇപ്പോൾ ഇത്തിരി കുറവാണ്. വർക്കൗട്ട് നടക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ റെസ്റ്റ് ഉറക്കവും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി പാടായിരിക്കും. എടുക്കാൻ പോകുന്നത്. കമാൺ, പോട്ട് അത്രേ ഉള്ളു. പോട്ടെ. 1 2 3 ഓക്കെ 4 5 6 ആയി. പോട്ടെ ഒന്നുകൂടാ. ഓക്കെ, സെറ്റ്. ഗോകുലേ, നിന്നെ കൊണ്ടൊരു 5 6 ഒക്കെ എടുക്കാൻ പറ്റുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്താൽ മതി. പിന്നെ ചാവുന്നതിനനുസരിച്ച് ഒരു 6 എടുക്കണം. 6 എടുത്ത് കൈ ചാവണ സമയത്ത് അങ്ങ് താഴെ വയ്ക്കണം. പിന്നെ 2 മിനിറ്റ് റെസ്റ്റ്, വീണ്ടും എടുക്കണം. അങ്ങനെ പോയാൽ മതി. ലാസ്റ്റ് ഈ വെയിറ്റ് താഴ്ന്ന് പൊങ്ങാതാവണ സമയത്ത് നിർത്തിക്കും. കമാൻഡറായ ഗോകുലേ, യു ക്യാൻ. പയ്യെ അടിച്ചാൽ മതി. സ്ലോയിൽ ഹോൾഡ് ചെയ്ത് വെച്ചടിച്ചാൽ മതി. ഗൈസ്, കൈക്ക് ചെറിയ പെയിൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പം ഫുൾ കപ്പാസിറ്റിയിലല്ല ഞാൻ നിൽക്കണത്. എന്ന് വെച്ചാൽ ഇന്നലെ കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. മിനിങ്ങാന്ന് നല്ല പ്രോപ്പറായിട്ട് മിനിങ്ങാന്ന് ഹുക്കിന് നല്ല വർക്ക് ചെയ്തേ. മാത്രമല്ല, ഞാൻ മെയിനായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ടോപ്പ് റോൾ വർക്കൗട്ടിലാണ്. ടോപ്പ് റോൾ നല്ല മെഷറാണ്, പക്ഷേ ഹുക്ക് ഇപ്പം ഞാൻ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ടോപ്പ് റോളിൻ്റെ അത്രയും മെഷർ തന്നെ ഹുക്കിനാക്കാനായിട്ട് നിൽക്കും. ഗോകുലേ, നീ ഹുക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരാ, ടോപ്പ് റോളൂടെ സെറ്റ് ആക്കണം. ടോപ്പ് റോളൂടെ കയറ്റിയിട്ട് കാര്യമില്ല. നീ ഹുക്കിൽ മാത്രമാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ടോപ്പ് റോളൂടെ കയറ്റണം കേട്ടാ. എന്തിനാ കാണിക്കുന്നത്? ഉരുട്ടിക്കളി കഴിഞ്ഞെങ്കിൽ അതെടുത്ത് കൊടുത്തിട്ട് അങ്ങോട്ട്. ഭയങ്കര രസമാണ്. എടുത്ത് കൊടുത്തറ അങ്ങോട്ട്. വർക്ക് എടുത്ത് പൊക്ക് നീ അങ്ങോട്ട്. ഇത് വിടാം, അവന് സപ്പോർട്ട് കൊടുക്കണം. 2 കയ്യിൽ പൊക്കിയോ കുഴപ്പമില്ല. താഴെ നിന്ന് എങ്ങനെ എടുക്കണേലും കാര്യമില്ലടാ. സൈഡിൽ വെച്ചിട്ടുള്ള വർക്കിലാണ് കാര്യം. നീ ചെയ്യണം. പക്ഷേ സപ്പോർട്ടിന് ഗോകളുണ്ട്. കയ്യിൽ നിന്ന് പോയാലും എന്തായാലും പോവും. വിട് ചെയ്തോ. ഇപ്പോഴേ സപ്പോർട്ട് കൊടുക്കണ്ട. അവൻ്റെ കയ്യിൽ നിന്ന് വീഴുമെന്നുള്ള സമയമാകുമ്പോൾ കൊടുത്തു. ഇനി പയ്യെ കൊടുത്തു തുടങ്ങിക്കോ. ഇനി അടുത്തോട്ട് ലേശം 2 വിരലങ്ങ് വെച്ചാൽ മതി.
നീ പൊക്കി കൊടുക്കല്ലേ, കയ്യിൽ നിന്ന് പോകുമ്പോ മാത്രമേ പൊക്കാവുള്ളൂ. പോവും കമോണ്ടറാ. 15 kg ലാസ്റ്റ് ഫെയിലർ. കുഴപ്പമില്ല, അടുത്ത റൗണ്ട് ഇതേ കണക്ക് ഫെയിലർ ആയി മാത്രമേ ഇമ്പ്രൂവ് ആവും. കൈ ഇങ്ങനെ വെച്ചിട്ട് ബോഡി ഉണ്ട് ഇങ്ങനെ. ഓ ബോഡി ഉണ്ട്, നീ ബാഗിലോട്ട് ആക്കുന്നതാ. കുഴപ്പമില്ല, അടുത്ത് സെറ്റ് ആവും. അപ്പൊ ഗൈസ് ഇതിപ്പോ 40 കിലോ, പിന്നെ ഇതിന്റെ 2 കിലോ, ഒരു 42, പിന്നെ ഇതൊരു 2.5 കിലോ ഉണ്ട്. അപ്പോ 44 കിലോ, 45 റൗണ്ട്. അപ്പോ 45 അടുത്ത് വർക്ക് ചെയ്യാം പറ്റും. ഇതിന്റെ ഡമ്പലിന്റെ സൈസ് ഇത് കൂടുതലായിട്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇത്രയും 10 കിലോ തന്നെ ഇത്രയും സൈസ് ഉണ്ട്. അപ്പൊ ഇത് ജമ്പായി വരുന്ന സമയത്ത് എടുത്ത് പൊക്കണ സമയത്ത് ഈ മുട്ട് കയറി താഴെ തട്ടുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ഇത് കേളി ചെയ്യാനായിട്ട്. ഇങ്ങോട്ട് പെട്ടെന്ന് അത് പോവും. ഒന്നൂടെ പോവും. ഒന്നൂടെ പോട്ട്. അതല്ല എന്റെ കയ്യിൽ നിന്ന് പോകില്ല. അങ്ങനെ ഓക്കെ. ഒന്നൂടാ. ഒന്നല്ല, 3 അടിക്കുക. കേറും വരട്ടെ. അത്രേ ഉള്ളു. പൊങ്ങി അത്രേ ഉള്ളു. അവിടെ എന്തിരിക്കണ്ടാ സൊനാപ്പി ഒരു 600 രൂപ നിനക്ക്. എനിക്ക് ഒരു 600. റിസ്വാൻ കാക്കച്ചി വരട്ടെ. കാക്കച്ചി മെസ്സറാ കണ്ടോ, ഇങ്ങനെയാണ് ദൂരാവുക. ഇവിടെ താക്കണം, ഇവിടുന്ന് വലിച്ചിട്ട് പ്രൊഫഷണൽ. പിന്നല്ലാതെ പോയിക്കോ. കമാൻഡ്രാ, ഇതാണ് നിന്റെ കപ്പാസിറ്റി ലോഡാണ്. അപ്പൊ ഈ ലോഡിൽ തന്നെ ഫെയിലർ ആവുന്നവരെ അടിച്ചിട്ട് താഴെ വെച്ചിട്ട് റെസ്റ്റ് എടുത്ത് വീണ്ടും സെയിം വെയിറ്റ് എടുത്താൽ മതി കേട്ടാ. പോട്രാ കമോൺട്രാ, പറ്റും. സാരം പോട്ട് 2 കൂടെ അടിച്ചാണ്. പോട്ട് ഓണവരെ പോട്ട്. പോകുന്നുണ്ടല്ലോ. പോട്ട്. ഇവിടെ കൈ ഡേഞ്ചറാണ്. ടാറ്റു കാണിച്ചു തരാം. ടാറ്റു അടിച്ചേക്കണ ഡേയ്, ശരിക്കുള്ള ടാറ്റു ഇത്ര ലുക്ക് ഇല്ലല്ലോടാ. ആ കൈയുടെ പമ്പ് കാണിച്ചു കൊടുത്താണ്. ഓ ഏതാണ്ട് ഉറപ്പായി, നല്ല കട്ടിയായി കൈ. ഉരുണ്ട് താഴാവും. ഗൈസ് പമ്പ് ആകുമ്പോഴുള്ള കൈ കാണിച്ചു തരാം. ഒന്ന് കാണിച്ചാ. ഞരമ്പൊക്കെ തെളിഞ്ഞിരിക്കുന്നുണ്ട്. ഞരമ്പ് വരുന്നില്ല. പമ്പാവുമ്പോ ഞരമ്പ് വരാൻ പാടാണ്, കൈക്ക് ബലം കൊടുക്കാൻ പറ്റത്തില്ല. ഗൈസ് അപ്പൊ ഞാൻ വെയിറ്റ് കുറച്ചുകൂടെ ഞാൻ ജമ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. 47 കിലോയിൽ വർക്ക് ചെയ്യാണ്. എന്തായാലും ഞാൻ ഹുക്ക് നല്ല പ്രോഗ്രസ് ഉണ്ട്, കയറി വരുന്നുണ്ട്. എൻ്റെ ടോപ്പ് റോൾ ഞാനിപ്പോൾ ഒന്ന് തൽക്കാലം സ്റ്റോപ്പ് ചെയ്തേക്കണം, കാരണം എൻ്റെ ടോപ്പ് റോൾ നല്ല മെഷറുണ്ട്. പക്ഷെ ഹുക്ക് അതിൻ്റെ കൂടെ ഞാൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കേട്ടോ 5 5 ലോഡിങ് പിന്നെ 2 47 കിലോ. ഗൈസ് അപ്പം 47 kg ആണ് അടുത്ത അറ്റംപ്റ്റ്. 45 ഞാൻ 47 ജമ്പ് ചെയ്ത് നോക്കട്ടെ. അതുപോലെ വെയിറ്റ് ഒന്ന് നോക്കിയാണ്ടാ. 2 കിലോ ഒറ്റ കിലോ പോകണം. എങ്ങനെ ഉണ്ട്? ആക്കണ്ടേ അത്ര മെഷറൊക്കെ. കേറി വാടാ ചാമ്പ്. സെറ്റാക്ക. പോട്ട്. എന്റെ പൊന്നോ, കയ്യൊന്ന് പൊട്ടാറായി. 5 reps അല്ലേ? 5 reps അല്ലേ? 47 കിലോ 5 reps. ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എഫക്റ്റീവ് വർക്കൗട്ട് ആയിരിക്കും. പവർ കൊടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് പമ്പായിരിക്കുകയാണ്. അപ്പൊ നേരത്തെ 47 സക്സസ്ഫുൾ ആയി. അപ്പൊ ഇനി 50 kg ആക്കിയിട്ടുണ്ട്. കറക്റ്റ് 50 kg ആക്കിയിട്ടുണ്ട്. അപ്പോൾ 50 kg ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. കയ്യിലിന്ന് ഡിഫൻസിൽ എത്രത്തോളം പോകും എന്ന് നോക്കാം. എന്റെ ഒരു ലക്ഷ്യം ഒരു 2 അല്ലെങ്കിൽ 3 reps അടിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഇന്നത്തെ വർക്കൗട്ട് സക്സസ്. അപ്പൊ അടുത്ത ഇമ്പ്രൂവ്മെന്റ് ആയി, അടുത്ത ലെവലായെന്ന് അർത്ഥം. ഓക്കെ, ഒരു അറ്റംപ്റ്റ്. ഓക്കെ പൊങ്ങി. കമോൺ. അത്ര ഉള്ളു. പോട്ടെ. 50 kg ആണ് ഗൈസ്. 50 kg പറ്റും. പോട്ടെ. അത്രേ ഉള്ളു. എനിക്ക് 50 കിലോ ഉണ്ട്. 50 കയ്യിൽ എടുക്കുന്നത്. അത്രേ ഉള്ളു. പോടാ. ഓ
ഏതാ 50 kg എടുത്തു. ഇത്രേ ഉള്ളു. കാക്കാ പറടാ, നിങ്ങൾക്കൊരു ടാസ്ക് തരട്ടാ. പറ. നിങ്ങൾ 50 എത്ര എടുത്ത? 50 kg 50 kg. ഇവന് 55 ഉണ്ട്. ഗൂഗിളിന്. നിങ്ങൾ എടുക്കോ? അവനെ ഒന്ന് ഡിഫെൻഡ് ചെയ്ത് നോക്കാം. ഓൾറെഡി 50 കിലോ എടുത്ത് എന്റെ കൈ ഫുള്ള് പെയിൻ ആയിട്ടിരിക്കണം. ടാസ്ക് ആണ്. ടാസ്ക് എന്നാ ഏറ്റെടുത്തിരിക്കും, പക്ഷെ നടക്കൂല്ലെന്ന് വെച്ചറിയാം. ഇന്ന് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ ഒരു ദിവസം ശ്രമിക്കും. ഇപ്പൊ കൈ കളന്ന് അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞതേ പിടിയും. ഗൈസ് അപ്പൊ സ്ക്രാപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവൻ നമുക്ക് ഇറച്ചി കെട്ടി തൂക്കണക്കങ്ങ് തൂക്കാം. ഗോകുല കൈ ഇവനാണെന്ന് കാല് വെക്കും. കേറ്റ് സെറ്റ്. ഇനി ആ സാധനം ഈ കാലിന്റെയും ഇവിടത്തെ ലോക്കിലിറങ്ങും. ഹുക്ക് കൈ വെക്കും. എന്താവുമെന്ന് കണ്ടറിയാം. നിന്റെ കൈ പോവോ നിന്റെ നടു പോവോന്നൊക്കെ സ്ട്രോങ് ആണ്. നിനക്ക് വേദനിക്കോ? ശരി അമ്മച്ചിയെ എന്തിനാവോ എന്ത് സെറ്റ്. എത്ര മറ്റോ നോക്കട്ടെ. ഓക്കെ കൈ പെയിനുണ്ട്. സക്സസ് ആയിട്ടുണ്ട് നിന്റെ ടാസ്ക്. സക്സസ്. ഇവൻ 56 ഉണ്ട്. 56. എങ്ങനെയുണ്ട്? ഓ നല്ല സുഖം ഗൈസ്. ഇപ്പം ഈ ഇത്രയും പെയിനും സഹിച്ചിട്ടാണ് ഈ വർക്കൗട്ട് ആണ്. ഇപ്പൊ മനസ്സിലായല്ലോ ആം റെസ്ലേഴ്സിന്റെ വർക്കൗട്ട് റൂട്ടീൻ എങ്ങനെയാണെന്ന്. നമുക്ക് ഈ മസിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഡയറ്റ് നോക്കിയിട്ട് ചെറിയ വെയിറ്റ് ഇട്ടിട്ട് കൂടുതൽ കേൾ ചെയ്താൽ ഈ ബൈസൺ റൈസ് ഒക്കെ തെളിഞ്ഞു വരും. പക്ഷേ സ്ട്രെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം ഇത്രയും പെയിന് സഹിച്ചേ പറ്റും. 3 ദിവസം മാത്രമല്ല, എന്തെങ്കിലും ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ബ്രക്കാലിസ് പെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ വമ്പ സീനാണ്. അപ്പോൾ നമുക്ക് ഇത്രയും സ്ട്രെങ്ത് ബിൽഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും പെയിൻ സഹിച്ചേ പറ്റൂ. എത്ര പെയിൻ സഹിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഓരോ ദിവസം ഡേ ബൈ ഡേ പവർ കൂട്ടിയിരിക്കും. വർക്കൗട്ട് ചെയ്യണമെന്ന് മനസ്സ് പറഞ്ഞിട്ട് പിന്നീട് ഈ ചെയ്യണ ടൈം ആവണ സമയത്ത് ഈ മടി പിടിച്ച് കിടക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വെറുതെ മടി പിടിച്ച് കിടന്നിട്ട് കാര്യമില്ല. നിങ്ങൾ തന്നെ വിചാരിക്കണം വർക്കൗട്ട് ചെയ്യണോ വേണ്ടെന്നുള്ളത്. അപ്പം അത്രയ്ക്ക് ഫിസിക്കലി സ്ട്രോങ് ആവണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മടി പിടിച്ച് കിടക്കാതെ എണീച്ച് വർക്കൗട്ട് ചെയ്യണേ. സ്റ്റേ സ്ട്രോങ്. അടുത്തേനെ ഞാൻ വെയിറ്റ് എടുക്കുന്ന സമയത്ത് നേരത്തെ പോലെ മുതുകത്ത് തടവരുത്. ഊക്കട്ട് അടിച്ച് കയറ്റണം. എനിക്ക് ആ വേവ് അങ്ങ് കയറണം. എടാ വെയിറ്റ് എടുത്തിട്ടേ അതിൽ പിടിച്ച് ഞാൻ ചെയ്ത കണക്ക് ചെയ്യും. അങ്ങോട്ടേ ഓക്കെ ഗൈസ്. അപ്പൊ ഗോകുല് വെയിറ്റ് കയറ്റിയിട്ടുണ്ട്. അപ്പൊ ഇപ്പം 29 kg ഇട്ടിട്ടാണ് വർക്ക് ചെയ്യാൻ പോണത്. കമാൻഡ്രാ ഗ്രിപ്പെട്. ഓക്കെ പോട്ട് 1 2 3 4 5 6 തലമാട്ടറ 7 8 ഇവിടെ മൊത്തം കടന്നില്ലേ 9 10. ഗോകുല അങ്ങനെ സ്ട്രൈറ്റ് അല്ല കേട്ടോ, അത് സൈഡിലോട്ട് വെച്ചിട്ട് പോകണേ, എങ്കിലും ഇമ്പ്രൂവ് ആവും. സ്ട്രൈറ്റ് ആണെങ്കിൽ ഇതൂടെ എളുപ്പമാണ്. സൈഡ് നീ ചെയ്ത് നോക്കിയാണോ ഭയങ്കര പാടാണ്. അതിൽ ചെയ്. ഗോകുലത 32 kg ട്രൈ. ഒറ്റ കയ്യിൽ തന്നെ താഴ്ന്ന് നോക്കിയാണ്ടാ. കമോണ്ട്രാ. 1 2 3 സപ്പോർട്ട് വിടറാ. അങ്ങോട്ട് പോടാ റിസാനെ. 4 കമാണ്ട്രാ. വിട്ടോട്ടോ അവൻ എടാ അത് ട്രൈ ചെയ്യടാ. ട്രൈ ചെയ്യായിരുന്നത് കുഴപ്പമില്ല, നല്ല വ്യത്യാസം ഉണ്ടാ. കേറ്റിയെട്. പിന്നെ നല്ല ഹുക്കിലെ സീനാവണം നിന്റെ കാറ്റഗറിയില്. ഗായ്സ് റിസ്വാൻ 20 kg ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അവൻ 15 എടുക്കാൻ പോയപ്പോ ഞാൻ പറഞ്ഞു 20 ഇടാന്ന് പറഞ്ഞു. അപ്പൊ അവ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തേക്കണം. പറ്റോടാ. പോട്ടെ നീ അത് കൊളുത്ത് എന്നിട്ട് ഇട്. തിരിച്ചു പോയി. ഓക്കെ എടാ തിരിച്ചടാ. നീ ഇതുവരെ പഠിച്ചില്ലേ? പ്രൊണേഷൻ കണക്ക് എടുത്ത് വയ്ക്കണം. ഓക്കെ കമോൺ, യു ക്യാൻ ബഡി. ഗോ. അത്രേ ഉള്ളൂ. 1 വേണ്ടെന്ന് പറഞ്ഞ് ഇരുന്നിട്ടാണ്. 2 ബോഡി മാത്രം ആക്കാതെ കൈ താഴെ പോടാ. ബോഡി മാത്രം ഇട്ട് അനക്കണ്ടാവേ. കുഴപ്പമില്ല, ഒരെണ്ണം ഫോം കറക്റ്റായി. 20 kg ഉണ്ട്. ഗോകുൽ ഒരു 34 കിലോ ട്രൈയിലോട്ട് പോവുകയാണ്. പറ്റുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വാസം. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. നിന്റെ ഇഷ്ടം. ഒറ്റക്കൈയിലൊന്ന് ശ്രമിച്ചു നോക്കിയാണ്. ഒറ്റക്കൈയിൽ പൊങ്ങി വന്നു കഴിഞ്ഞാൽ അത്ര ഇതാണ്. കുഴപ്പമില്ല, 2 കൈയിലിടും. സപ്പോർട്ടിന് പോടാ റിസ്വാനെ. ഓക്കെ അത് മതി. പയ്യെ ഹോൾഡ് ചെയ്ത് സമയം എടുത്ത് അടിച്ച് പൊക്കിയാൽ മതി.
പോട്ടെ 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 കമാൻഡ്രാ. ഓക്കെ കുഴപ്പമില്ല. ഏതാണ്ട് അതാണ് നിന്റെ മാക്സിമം. ഞാൻ 20 ജൂനിയർ ആത്ലീറ്റിന്റെ നമ്മളെ ഗോകുലിന്റെ ബോഡി ഫിസിക് ഒന്ന് കാണുക. മ്യൂസിക് ഇല്ലടാ, മ്യൂസിക് നീ സ്വയം പാടിക്കോ. മ്യൂസിക് വിത്ത് ബോഡി ഷോ സെറ്റ് ഷ്രെഡഡ് ബോഡി. അപ്പൊ നമ്മൾ ഇത്രയും ചെയ്ത വർക്കൗട്ട്സ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണാം. നമ്മൾ തുടക്കമേ എടുക്കുന്ന ആ ഒരു ലൈറ്റ് വെയിറ്റ് ഒന്നും നമുക്ക് ഒരു ഇമ്പ്രൂവ്മെന്റും തരുന്നില്ല. നമ്മൾ ഈ അവസാനം ഈ പാട് പെട്ടിട്ട് 3-4 റെപ്സ് മാത്രമേ നമ്മളെ കൊണ്ട് അടിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ള വെയിറ്റ്സ് ആണ് നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് തരുന്നത്. അപ്പൊ ആ പെയിന് അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് അന്നത്തെ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്യണം നല്ലത്. പെയിൻ വന്നിട്ട് അത് നിൽക്കുമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ കഴിയുമ്പോൾ പെയിൻ റിക്കവർ ആവുന്നുണ്ടെങ്കിൽ വീണ്ടും ആ വെയിറ്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വർക്ക് ചെയ്ത് ഏറ്റവും അവസാനം നിങ്ങളെ കൊണ്ട് ആ വെയിറ്റ് ഒന്നുപോലും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആകുമ്പോൾ വേണം നിർത്താം. അതാണ് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പം ഫെയിലിയർ വരെ ചെയ്താൽ മാത്രമേ നല്ല ഇമ്പ്രൂവ് ആവും. പിന്നെ 2 ദിവസമോ 1 ദിവസം റെസ്റ്റ് കൊടുത്തിട്ട് ആ പവർ നമ്മളെ കയ്യിലോട്ട് ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം. കറക്റ്റ് ഫുഡ് കഴിക്കണം, കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കണം. പിന്നെ ഐസ് ബാത്ത് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പെയിൻ ഉണ്ടെങ്കിൽ മൂവ് സ്പ്രേ അടിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് തന്നതാണ്, യൂസ്ഫുൾ ആണ്. ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇതേപോലത്തെ വർക്കൗട്ട് വീഡിയോസ് നിങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് കൂടെ ചെയ്തേക്കണം. അപ്പൊ അടുത്തൊരു വ്ളോഗുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.